നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSCയുടെ സ്ഥിരം ചോദ്യ സാന്നിധ്യമായിട്ടുള്ള യൂറോപ്യന്മാരുടെ വരവിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, യൂറോപ്യന്മാരുടെ വരവിന്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം ഓൾറെഡി നമ്മൾ പോർച്ചുഗീസുകാരുടെ വരവ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, യൂറോപ്യന്മാരുടെ വരവിലെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. യൂറോപ്യന്മാരുടെ വരവിലെ രണ്ടാം ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡച്ചുകാരെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡച്ചുകാരുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള വരവിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഡച്ചുകാരുടെ വരവ് LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു PSC എക്സാമിന് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും. ആ രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പോർച്ചുഗീസുകാരുടെ കച്ചവടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത എന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. പഠിച്ചോളണേ. പോർച്ചുഗീസുകാരുടെ കച്ചവടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത ഏത് എന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ആദ്യമായി പിടിച്ചെടുത്ത കേരളത്തിലെ പ്രദേശം കൊച്ചിയായിരുന്നു. വർഷം 1663. ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും ആദ്യമായി പിടിച്ചെടുത്ത കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. വർഷം 1663. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1602 മാർച്ച് മാസം 20 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1602 മാർച്ച് മാസം 20 ആദ്യത്തെ ഡച്ച് സംഘത്തിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗ് ആണ്. പഠിച്ചോളണേ. ആദ്യത്തെ ഡച്ച് സംഘത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗ് ആയിരുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പോർച്ചുഗീസുകാരുടെ കച്ചവടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ട യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ജനത എന്നറിയപ്പെടുന്നത് ഡച്ചുകാരായിരുന്നു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ആദ്യമായി പിടിച്ചടക്കിയ കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. വർഷം 1663. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം 1602 മാർച്ച് മാസം 20 ആദ്യത്തെ ഡച്ച് സംഘത്തിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗ് ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡച്ചുകാരും സാമൂതിരിയും തമ്മിലുള്ള ബന്ധമാണ്. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയപരമായി ഉണ്ടാക്കുന്ന ആദ്യത്തെ കരാർ എന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയും അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗും തമ്മിൽ 1604 നവംബർ മാസം 11 ഏർപ്പെട്ട കരാറായിരുന്നു. എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? ഡച്ചുകാരും ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും തമ്മിൽ രാഷ്ട്രീയമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാല് ഡച്ചുകാരുടെ ഭാഗത്ത് നിന്നും അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗും, അതുപോലെ കേരളത്തിൽ നിന്നും കോഴിക്കോട് സാമൂതിരിയുമായിരുന്നു ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ ഒപ്പുവെച്ച വർഷം 1604 നവംബർ മാസം 11 ഈ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളുന്നതിന് വേണ്ടി ഡച്ചുകാർക്ക് കോഴിക്കോട് സാമൂതിരിയും ഒന്നിച്ച് പ്രവർത്തിക്കണം. ഈ കരാറ് പ്രകാരം ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും ഒന്നിച്ചു പ്രവർത്തിക്കണം. ഇതുപ്രകാരം കോഴിക്കോട് സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട് വാണിജ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഇതുപ്രകാരം കോഴിക്കോട് സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട് വാണിജ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഡച്ച് കച്ചവടക്കാർക്ക് കോഴിക്കോട് താമസിക്കുവാനുള്ള അനുവാദം നൽകി. ഡച്ചു കച്ചവടക്കാർക്ക് കോഴിക്കോട് താമസിക്കുവാനുള്ള അനുവാദം നൽകുന്നു.
പരസ്പരം ആലോചിക്കാതെ ഇരു കൂട്ടരും പോർച്ചുഗീസുകാരുമായി സഖ്യം ചേരാൻ പാടുള്ളതല്ല എന്നും ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോ കരാറിൽ എന്തൊക്കെയാ സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നോക്കാം. ഈ കരാറ് പ്രകാരം, ഏത് കരാറ് പ്രകാരം? കോഴിക്കോട് സാമൂതിരിയും അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാഗും തമ്മിൽ 1604 നവംബർ മാസം 11 ഒപ്പുവെച്ച കരാറ് പ്രകാരം ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളുന്നതിന് വേണ്ടി ഡച്ചുകാരും കോഴിക്കോട് സാമൂതിരിയും ഒന്നിച്ചു പ്രവർത്തിക്കും. ഇതുപ്രകാരം കോഴിക്കോട് സാമൂതിരി ഡച്ചുകാർക്ക് കോഴിക്കോട് വാണിജ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഡച്ചു കച്ചവടക്കാർക്ക് കോഴിക്കോട് താമസിക്കുവാനുള്ള അനുവാദം നൽകി. പരസ്പരം ആലോചിക്കാതെ ഇരു കൂട്ടരും പോർച്ചുഗീസുകാരുമായി സഖ്യം ചേരാൻ പാടുള്ളതല്ല എന്നും ഈ കരാർ പ്രകാരം പറയുന്നു. അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാങ്ങും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ 1604 നമ്മളൊരു കരാർ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അല്ലെ സുഹൃത്തുക്കളെ. എന്നാൽ ഈ കരാറ് പകുതിയിൽ വെച്ചിട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. അതിന് കാരണമായിരുന്നു ചോദിച്ചാൽ പോർച്ചുഗീസുകാരുടെ ഇടപെടലായിരുന്നു. എന്നാൽ 1604 അവസാനത്തോടു കൂടി വീണ്ടും ഈ കരാർ പുതുക്കപ്പെട്ടു. ആ സമയത്ത് അഡ്മിറൽ സ്റ്റീവൻ വാർഡൻഹാങ്ങിന് പകരം ആ കരാറിൽ ഒപ്പുവെച്ചതായിരുന്നു ചോദിച്ചാൽ അഡ്മിറൽ വെൻഹോവ് ആയിരുന്നു. പഠിച്ചോളനെ, അഡ്മിറൽ വെൻഹോവ് ആയിരുന്നു. പുതുക്കിയ കരാർ പ്രകാരം ഡച്ചുകാർക്ക് വാണിജ്യം തുടരുന്നതിനും ചരക്കുകൾ ശേഖരിച്ചു വെക്കുന്നതിനും വലിയ പണ്ടകശാലകൾ കോഴിക്കോട് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പോ 1604 ഒരു തവണ ഈ കരാറ് ലംഘിക്കപ്പെട്ടു. അതിനുശേഷം വീണ്ടും ആ കരാർ എന്ത് ചെയ്തു? പുതുക്കി. ആ കരാറ് പുതിയതായിട്ട് പുതുക്കിയപ്പോൾ അതിൽ ആരാണ് ഒപ്പുവെച്ചത്? അഡ്മിറൽ വെൻഹോഫ് ആയിരുന്നു. അതുപോലെ തന്നെ പുതുക്കിയ കരാറ് പ്രകാരം ഡച്ചുകാർക്ക് വാണിജ്യം തുടരുന്നതിനും ചരക്കുകൾ ശേഖരിച്ചു വെക്കുന്നതിനും വലിയ പണ്ടകശാലകൾ കോഴിക്കോട് വിട്ടുകൊടുക്കുകയും ചെയ്തു ആര്? സാമൂതിരി. 1610 3 ഡച്ചു കപ്പലുകൾ കോഴിക്കോട് എത്തുകയും ഡച്ചുകാർ കോഴിക്കോട്ടെ അവരുടെ കയറ്റിറക്കുമതിയുടെ 2% സാമൂതിരിക്ക് ചുങ്കമായി നൽകുവാനും തീരുമാനിച്ചു. 1610 കൂടി 3 ഡച്ച് കപ്പലുകൾ കോഴിക്കോട് എത്തുകയും ഡച്ചുകാർ കോഴിക്കോട്ട് അവരുടെ കയറ്റിറക്കുമതിയുടെ 2% സാമൂതിരിക്ക് ചുങ്കമായി നൽകുവാനും തീരുമാനിച്ചു. പോർച്ചുഗീസുകാരെ കേരളക്കരയിൽ നിന്നും പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ 1616 സാമൂതിരിയുമായി ചർച്ച നടത്തിയ ഡച്ച് സൈനാധിപനായിരുന്നു വാർഡൻ ബ്രൂക്ക്. പഠിച്ചോളനെ, ഒത്തിരി പേരുകളുണ്ട്, ഡച്ച് പേരുകളാണ്, കൺഫ്യൂഷൻ ആവരുത്. പോർച്ചുഗീസുകാരെ കേരളക്കരയിൽ നിന്നും പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 1616 സാമൂതിരിയുമായി ചർച്ച നടത്തിയ ഡച്ച് സൈനിക തലവനായിരുന്നു വാർഡൻ ബ്രൂക്ക്. ആരാണ്? വാർഡൻ ബ്രൂക്ക്. ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യം തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ച വർഷം 1619 ആണ്. വർഷം എത്ര സുഹൃത്തുക്കളെ? 1619. അപ്പോ ഇന്ത്യൻ സമുദ്രത്തിൽ അതുവരെ പോർച്ചുഗീസുകാർക്കായിരുന്നു ആധിപത്യം. അങ്ങനെ ഈ പോർച്ചുഗീസുകാരുടെ ആധിപത്യം തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ കരാർ ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ അത് 1619. 1621 മലബാർ തീരത്തെ പോർച്ചുഗീസ് അധിനിവേശം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാവിക സൈന്യത്തെ രൂപീകരിച്ചു. ആരാണ്? ഡച്ചുകാരെ. പഠിച്ചോളനെ, 1621 മലബാർ തീരത്തെ പോർച്ചുഗീസ് അധിനിവേശം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡച്ചുകാർ നാവിക സൈന്യത്തെ രൂപീകരിച്ചു. ആരെ രൂപീകരിച്ചു? നാവിക സൈന്യത്തെ രൂപീകരിച്ചു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1604 ഓൾറെഡി ഉണ്ടായിരുന്ന കരാറ് അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരുന്നു? പോർച്ചുഗീസുകാരുടെ ഇടപെടലായിരുന്നു. 1604 അവസാനത്തോടുകൂടി വീണ്ടും സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ പുതിയൊരു കരാറിൽ ഏർപ്പെടുകയുണ്ടായി. ഈ കരാറിൽ ഒപ്പുവെച്ച സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ അത് അഡ്മിറൽ വെൻഹോവ് ആണ്. അഡ്മിറൽ വെൻഹോവ് ആണ്. പുതുക്കിയ കരാറ് പ്രകാരം ഡച്ചുകാർക്ക് വാണിജ്യം തുടരുന്നതിനും ചരക്കുകൾ ശേഖരിച്ചു വെക്കുന്നതിനും വലിയ പണ്ടകശാലകൾ കോഴിക്കോട് വിട്ടുകൊടുക്കുകയും ചെയ്തു സാമൂതിരി. 1610 3 ഡച്ച് കപ്പലുകൾ കോഴിക്കോട് എത്തുകയും ഡച്ചുകാർ കോഴിക്കോട് അവരുടെ കയറ്റിറക്കുമതിയുടെ 2% സാമൂതിരിക്ക് ചുങ്കമായി നൽകുവാനും തീരുമാനിച്ചു. പോർച്ചുഗീസുകാരെ കേരളക്കരയിൽ നിന്നും പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ 1616 സാമൂതിരിയുമായി ചർച്ച നടത്തിയ
ഡച്ച് സൈനിക തലവനാണ് വാർഡൻബ്രൂക്ക്. ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ 1619 ഇങ്ങനെ ഡേറ്റ് കൂടി കൂടി വരും കേട്ടോ സുഹൃത്തുക്കളെ. 1619 1625 സാമൂതിരിയെ സന്ദർശിച്ച ഡച്ച് പടത്തലവനാണ് വാൻസ്പ്യൂൾട്ട്. മറക്കല്ലേ, 1625 സാമൂതിരിയെ സന്ദർശിച്ച ഡച്ച് പടത്തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാൻസ്പ്യൂൾട്ട് ആണ്. അംബോയിന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൈനിക പടത്തലവനായിരുന്നു ചോദിച്ചാൽ അത് വാൻസ്പ്യൂൾട്ട് ആണ് കേട്ടോ. അംബോയിന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൈനിക പടത്തലവൻ ആര് എന്ന് ചോദിച്ചാൽ അത് വാൻസ്പ്യൂൾട്ട് ആണ്. ഇനി നമുക്ക് ഡച്ചുകാരും മധ്യ കേരളവും തമ്മിലുള്ള ബന്ധമാണ് നോക്കാനുള്ളത്. എന്താ സുഹൃത്തുക്കളെ ഡച്ചുകാരും മധ്യ കേരളവും തമ്മിലുള്ള ബന്ധം? മധ്യ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡച്ചുകാർ ചെറുനാടുവാഴികളുമായി കരാറുണ്ടാക്കി. അപ്പോ ഡച്ചുകാർ ഇവിടെ കേരളത്തിൽ വന്നു. ആദ്യം വന്നപ്പോ ആരുമായിട്ടായിരുന്നു? സാമൂതിരിയുമായിട്ടായിരുന്നു അല്ലെ കരാറുകൾ ഉണ്ടാക്കിയത്. അപ്പോ കോഴിക്കോട് സാമൂതിരിയുമായിട്ട് കരാറുകൾ ഉണ്ടാക്കി. പിന്നെ പയ്യെ പയ്യെ ഡച്ചുകാരുടെ ശ്രദ്ധ മുഴുവൻ മധ്യ കേരളത്തിലേക്ക് മാറി. മധ്യ കേരളത്തിൽ ആ സമയത്ത് ചെറുനാടുവാഴികളായിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ ചെറുനാടുവാഴികളുമായിട്ടും ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ 1642 ചെമ്പകശ്ശേരി അല്ലെങ്കിൽ പുറക്കാട് രാജാവുമായിട്ട് ഡച്ചുകാർ ഉടമ്പടി ഉണ്ടാക്കി. 1642 ചെമ്പകശ്ശേരി അല്ലെങ്കിൽ പുറക്കാട് രാജാവുമായിട്ട് ഡച്ചുകാർ ഉടമ്പടി ഉണ്ടാക്കി. എന്തിനാണ് ഈ ഉടമ്പടി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശേഖരണാർത്ഥമായിരുന്നു ഈ ഉടമ്പടി ഉണ്ടാക്കിയത്. ആരാണ്? ഡച്ചുകാർ. അപ്പൊ ഡച്ചുകാര് 1642 ചെമ്പകശ്ശേരി രാജാവ് അല്ലെങ്കിൽ പുറക്കാട് രാജയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഈ ഉടമ്പടി എന്തിനാണ് ഡച്ചുകാർ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശേഖരണാർത്ഥമായിരുന്നു. ഈ ഉടമ്പടി പ്രകാരം പുറക്കാട് ഡച്ചുകാർക്ക് ഒരു ഫാക്ടറി പണിയുന്നതിനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഈ ഉടമ്പടി പ്രകാരം പുറക്കാട് ഡച്ചുകാർ ഒരു ഫാക്ടറി നിർമ്മിച്ചു. അതിന് അനുവാദം നൽകിയത് ആരാണ്? നമ്മുടെ പുറക്കാട് രാജ അല്ലെങ്കിൽ ചെമ്പകശ്ശേരി രാജ. അതിനുശേഷം 1643 ആയപ്പോഴേക്കും പുറക്കാടുമായും അതുപോലെ കായംകുളത്തെ രാജാക്കന്മാരുമായും ഉടമ്പടിയിൽ ഏർപ്പെട്ടു ഡച്ചുകാര്. മറക്കല്ലേ, 1642 ചെമ്പകശ്ശേരി അല്ലെങ്കിൽ പുറക്കാട് രാജയുമായിട്ട് ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി ഉണ്ടാക്കി എന്തിനായിരുന്നു സുഹൃത്തുക്കളെ? കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശേഖരണാർത്ഥമായിരുന്നു ഡച്ചുകാർ ഉടമ്പടിയിൽ ഏർപ്പെട്ടത്. അതുപോലെ തന്നെ പുറക്കാട് രാജ ഈ ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു? ഡച്ചുകാർക്ക് പുറക്കാട് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തു. ഡച്ചുകാർ അവിടെ ഒരു ഫാക്ടറി നിർമ്മിക്കുകയും ചെയ്തു. അതിന് ഒരു വർഷത്തിന് ശേഷം, അതായത് 1643 കൂടി പുറക്കാടെയും അതുപോലെ തന്നെ കായംകുളത്തെയും രാജാക്കന്മാരുമായി പുതിയൊരു ഉടമ്പടി ആരൊപ്പുവെച്ചു? ഡച്ചുകാർ ഒപ്പുവെച്ചു. ഈ ഉടമ്പടി പ്രകാരം, അതായത് 1643 ഈ പുതിയ ഉടമ്പടി പ്രകാരം നാട്ടുരാജാക്കന്മാർ ഡച്ചുകാരിൽ നിന്നും വാങ്ങിയിരുന്ന വസ്തുക്കളായിരുന്നു ഇരുമ്പ്, തകരം, പഞ്ഞി, കറുപ്പ്, ചന്ദനത്തടി. മറക്കല്ലേ, എന്തൊക്കെയായിരുന്നു നാട്ടുരാജാക്കന്മാര് ഡച്ചുകാരിൽ നിന്ന് വാങ്ങിയിരുന്നത്? ഇരുമ്പ്, തകരം, പഞ്ഞി, കറുപ്പ്, ചന്ദനത്തടി. യൂറോപ്പിലെ ഇതര ശക്തികളുമായി വ്യാപാര ബന്ധം നടത്തില്ല എന്ന് നാട്ടുരാജ്യങ്ങൾ ഉറപ്പ് നൽകിയപ്പോ യൂറോപ്പുമായിട്ട് മാത്രമേ വാണിജ്യ ബന്ധം നടത്തുള്ളൂ എന്ന് നാട്ടുരാജ്യങ്ങൾ ഉറപ്പ് നൽകി. ഏതുടമ്പടി പ്രകാരം? 1643 ഉടമ്പടി പ്രകാരം യൂറോപ്പിലെ ഇതര ശക്തികളുമായി വ്യാപാര ബന്ധം നടത്തില്ല എന്ന് നാട്ടുരാജ്യങ്ങൾ ഉറപ്പ് നൽകി. 1650 കായംകുളം രാജാവിൽ നിന്നും ഡച്ചുകാർ കായംകുളത്ത് പാണ്ഡികശാലകൾ കെട്ടുവാനുള്ള അനുമതി നേടിയെടുത്തു. 1650 കൂടി കായംകുളം രാജാവിൽ നിന്നും ഡച്ചുകാർ കായംകുളത്ത് പാണ്ഡികശാലകൾ കെട്ടുവാനുള്ള അനുമതി നേടിയെടുത്തു. കേരളത്തിലെ ചെറുകിട ശക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഡച്ചുകാർ വിജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി കേരളത്തിലെ ചെറുകിട ശക്തികളുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ നാടുവാഴികളുമായിട്ട്, ചെറുനാടുവാഴികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡച്ചുകാർ അതിൽ വിജയിക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്തതാണ് കൊല്ലം യുദ്ധം. ഇമ്പോർട്ടന്റ് ആണ്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടതാണ് കൊല്ലം യുദ്ധം. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, ഒന്നുമില്ല,
ഡച്ചുകാര് വന്നു. അവർ ചെറുനാട്ടു രാജ്യങ്ങളിലെ എല്ലാ രാജാക്കന്മാരുമായിട്ടും കരാറുണ്ടാക്കുകയും അതോടുകൂടി പോർച്ചുഗീസുകാരുടെ കച്ചവടം കേരളത്തിൽ നടക്കില്ല എന്നുള്ള അവസ്ഥയും വന്നു. ഇതോടുകൂടിയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത്. വർഷം 1658. ഈ യുദ്ധം അറിയപ്പെടുന്ന പേരാണ് കൊല്ലം യുദ്ധം. കൊല്ലം യുദ്ധാനന്തരം കൊല്ലം ആസ്ഥാനമാക്കിയ പോർച്ചുഗീസ് കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്തു. അതായത് ഈ ഒരു 1658 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും പോർച്ചുഗീസുകാരുടെ ഭരണം മടുത്തിരുന്നു ഇവിടുത്തെ നാട്ടുരാജ്യത്തിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും. അതോടുകൂടി അവരുമായിട്ട് പിന്നെ കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് നാട്ടുരാജാക്കന്മാര് അധികം താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാര് അടിമുടി തകർന്നൊരവസ്ഥയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഡച്ചുകാർക്ക് വളരെ ഈസി ആയിട്ട് കൊല്ലം ആസ്ഥാനമാക്കിയിരുന്ന പോർച്ചുഗീസ് കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. കൊല്ലം യുദ്ധത്തിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ ഗൂൺസ് ആണ്. പഠിക്കണേ, കൊല്ലം യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചാല് അഡ്മിറൽ വാൻ ഗൂൺസ് ആണ്. ആരാണ്? അഡ്മിറൽ വാൻ ഗൂൺസ് ആണ്. 1659 അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം രാജ്ഞിയും തമ്മിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കോട്ട എവിടെ ഉണ്ടായിരുന്നു? കൊല്ലത്തുണ്ടായിരുന്നു. 1658 കൊല്ലം യുദ്ധം നടക്കുന്നു. കൊല്ലം യുദ്ധം ആരൊക്കെ തമ്മിലാണ്? പോർച്ചുഗീസുകാരും അതുപോലെ ഡച്ചുകാരും തമ്മിലായിരുന്നു. അതുവരെ നോക്കുകുത്തിയായിരുന്ന ഈ യുദ്ധത്തില് ഡച്ചുകാർ വിജയിക്കുകയും അവർ കൊല്ലത്തുണ്ടായിരുന്ന പോർച്ചുഗീസുകാരുടെ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത്രയും നമ്മൾ പറഞ്ഞു. അതുവരെ കൊല്ലം ഭരിച്ചിരുന്ന രാജ്ഞിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ടായിരുന്നു പോർച്ചുഗീസുകാര് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ നിന്നും രാജ്ഞിയെ ഡച്ചുകാര് കൊല്ലത്തിനെ സ്വതന്ത്രമാക്കിയതോടുകൂടി 1659 അഡ്മിറൽ വാൻ ഗൂൺസും അതുപോലെ തന്നെ കൊല്ലം രാജ്ഞിയും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. കൊല്ലം ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ഈ ഉടമ്പടി പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കണം. കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. കൊല്ലം രാജവംശം ഡച്ചുകാരും തമ്മിൽ സൈനിക സഖ്യമുണ്ടാക്കി. കൊല്ലം രാജവംശവും ഡച്ചുകാരും തമ്മിൽ സൈനിക സഖ്യമുണ്ടാക്കി. കൊല്ലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക ഡച്ചുകാർക്ക് ലഭിച്ചു. കൊല്ലത്തെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാര കുത്തക ഡച്ചുകാർക്ക് ലഭിച്ചു. 1659 ഡച്ച് സൈന്യം കൊല്ലത്ത് നിന്ന് പിൻവാങ്ങുകയും അനന്തരഫലമായിട്ട് പോർച്ചുഗീസുകാര് വീണ്ടും കൊല്ലം പിടിച്ചെടുക്കുകയും ചെയ്തു. 1659 ഈ കൊല്ലം പിടിച്ചെടുത്തതിന് ശേഷം അവർക്ക് രാജ്ഞിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്നാൽ 1659 യുദ്ധത്തിന് ശേഷം ഈ ഡച്ചുകാർ എന്ത് ചെയ്തു? തിരിച്ചുപോയി. അതോടുകൂടി എന്ത് ചെയ്തു? വീണ്ടും പോർച്ചുഗീസുകാരെ കൊല്ലം പിടിച്ചെടുത്തു. 1661 അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം രണ്ടാമത് പിന്നെയും പിടിച്ചെടുക്കുകയും പൂർണ്ണമായും പോർച്ചുഗീസുകാരെ കൊല്ലത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അടുത്തതാണ് ഡച്ചുകാരുടെ കൊച്ചി ആക്രമണം. ഓൾറെഡി നമ്മൾ ഡച്ചുകാരുടെ കൊല്ലം ആക്രമണം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡച്ചുകാരുടെ കൊച്ചി ആക്രമണത്തെ പറ്റിയാണ്. കേരളത്തിൽ ഡച്ചുകാരുടെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായ യുദ്ധം എന്നറിയപ്പെടുന്നത് കൊച്ചി യുദ്ധം. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഡച്ചുകാരുടെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായ യുദ്ധം എന്നറിയപ്പെടുന്നത് കൊച്ചി യുദ്ധമാണ്. കൊച്ചി യുദ്ധം നടന്ന വർഷം 1663. കൊച്ചി യുദ്ധം നടന്ന വർഷം 1663 ആണ്. ഡച്ചുകാർക്ക് കൊച്ചി ആക്രമിക്കുന്നതിന് സഹായകരമായ കാരണം കൊച്ചിയിൽ പെട്ടെന്നുണ്ടായ ആഭ്യന്തര സമരമാണ്. അപ്പോൾ ആദ്യമൊന്നും ഡച്ചുകാർക്ക് കൊച്ചി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചാല് പോർച്ചുഗീസുകാരും കൊച്ചിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോ ഡച്ചുകാർക്ക് കൊച്ചി ആക്രമിക്കുന്നതിന് സഹായകരമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ പെട്ടെന്നുണ്ടായ ആഭ്യന്തര സമരമാണ്. എന്താണ് ആഭ്യന്തര സമരത്തിന് കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. കൊച്ചി ഭരണാധികാരികളായിരുന്ന ഇളയ താഴ്വരയിലെ രാജാവ് പോർച്ചുഗീസുകാരുമായി ചേർന്ന് മൂത്ത താഴ്വരയിൽ നിന്നും രാജാവകാശം പിടിച്ചെടുത്തു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കൊച്ചി ഭരണാധികാരിയായിരുന്ന ഇളയ താഴ്വരയിലെ രാജാവ് പോർച്ചുഗീസുകാരുടെ സഹായത്തോടു കൂടി മൂത്ത താഴ്വരയിലെ രാജാവിൽ നിന്നും രാജാവകാശം പിടിച്ചെടുത്തു. മൂത്ത താഴ്വരയിലെ രാജാവ് പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം ഡച്ചുകാരുടെ സഹായം തേടുകയും ചെയ്തു. ഇപ്പൊ റൂട്ട് മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. ഇളയ താഴ്വരയിലെ രാജാവ് പോർച്ചുഗീസുകാരുമായി ചേർന്നുകൊണ്ട് മൂത്ത താഴ്വരയിലെ രാജാവിന്റെ അവകാശം പിടിച്ചെടുത്തു.
ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് മൂത്ത താഴ്വഴിയിലെ രാജാവ് പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം ഡച്ചുകാരുടെ സഹായം തേടുകയും ചെയ്തു. ഇതോടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും കൊച്ചിക്ക് വേണ്ടി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. കൊച്ചി യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഡച്ച് സൈന്യാധിപനാണ് വാൻഡർ മെയ്ഡ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചി യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ അത് വാൻഡൻ മെയ്ഡ് ആണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ആദ്യമായി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, അതായത് കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളാണ് കേട്ടോ. പള്ളിപ്പുറം കോട്ടയും വൈപ്പിനുമായിരുന്നു ആദ്യമായിട്ട് ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ. കേരളത്തിൽ നിന്നല്ല, കൊച്ചിയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഡച്ചുകാരുടെ കൊച്ചി ആക്രമണമാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഡച്ചുകാരുടെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായ യുദ്ധം എന്നറിയപ്പെടുന്നത് കൊച്ചി യുദ്ധം. കൊച്ചി യുദ്ധം നടന്ന വർഷം 1663 ഡച്ചുകാർക്ക് കൊച്ചി ആക്രമിക്കുന്നതിന് സഹായമായ കാരണം ചോദിച്ചാൽ കൊച്ചിയിൽ പെട്ടെന്നുണ്ടായ ആഭ്യന്തര സമരം. എന്താണ് ആഭ്യന്തര സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചി ഭരണാധികാരികളായിരുന്ന ഇളയ താഴ്വരയിലെ രാജാവ് പോർച്ചുഗീസുകാരുമായി ചേർന്നുകൊണ്ട് മൂത്ത താഴ്വഴിയിൽ നിന്നും രാജാവകാശം പിടിച്ചെടുത്തു. മൂത്ത താഴ്വരയിലെ രാജാവ് പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം ഡച്ചുകാരുടെ സഹായം തേടുകയും ഇതോടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും കൊച്ചിക്ക് വേണ്ടി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. കൊച്ചി യുദ്ധത്തിന് നേതൃത്വം നൽകിയ ഡച്ച് സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ അത് വാൻഡർ മെയ്ഡ് ആണ്. വാൻഡർ മെയ്ഡ് ആണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ആദ്യമായി പിടിച്ചെടുത്ത കൊച്ചിയിലെ പ്രദേശം ആര് പിടിച്ചെടുത്ത? ഡച്ചുകാർ പിടിച്ചെടുത്ത കൊച്ചിയിലെ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ പള്ളിപ്പുറം കോട്ടയും അതുപോലെ വൈപ്പിനുമാണ് പഠിക്കുക. 1662 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുകയും കൊടുങ്ങല്ലൂർ രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു. 1663 കൊച്ചി യുദ്ധം നടക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് 1662 ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുക്കുകയും കൊടുങ്ങല്ലൂർ രാജാവിന് സമർപ്പിക്കുകയും ചെയ്തു. 1663 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊച്ചി കൊട്ടാരം വളയുകയും ഇളയ താഴ്വരി രാജാക്കന്മാരെ കൊല്ലുകയും രാജ്ഞിയെ തടവിലാക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. 1663 കൊച്ചി യുദ്ധം നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. കൊച്ചി യുദ്ധത്തിൽ ആര് വിജയിച്ചു? ഡച്ചുകാര് വിജയിച്ചു. വിജയിച്ച ഡച്ചുകാർ വെറുതെ ഇരുന്നില്ല. അവരെന്ത് ചെയ്തു? പോർച്ചുഗീസുകാരുടെ സഹായിയായിരുന്ന അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായി അനുഭാവത്തിൽ ഉണ്ടായിരുന്ന ഇളയ താഴ്വഴി രാജാക്കന്മാരെ കൊല്ലുകയും രാജ്ഞിയെ തടവിലാക്കുകയും ചെയ്തു. മൂത്ത താഴ്വഴി രാജാവായ വീരകേരളവർമ്മ, പഠിച്ചോളണേ, മൂത്ത താഴ്വഴി രാജാവായ വീരകേരളവർമ്മയെ കൊച്ചിയിലെ ഭരണാധികാരിയായി വാഴിക്കുകയും ചെയ്തു. ആര്? ഡച്ചുകാര്. മൂത്ത താഴ്വരിയിലെ രാജാവായ വീരകേരളവർമ്മയെ കൊച്ചിയിലെ ഭരണാധികാരിയായി വാഴിക്കുകയും ചെയ്തു. ആര്? പോർച്ചുഗീസുകാര്. വീരകേരളവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1663 മാർച്ച് മാസം 20 ഒരു കരാറുണ്ടാക്കി. അപ്പോൾ ഡച്ചുകാര് വെറുതെ അല്ല ഇവിടുത്തെ നാട്ടുരാജ്യത്തിലെ രാജാക്കന്മാരെ സഹായിക്കുന്നത്, അവർക്ക് കരാറുണ്ടാക്കണം. അല്ലാതെ അവർക്ക് നാട്ടുരാജ്യമൊന്നും പോർച്ചുഗീസുകാരെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ പോലെ പിടിച്ചെടുക്കുകയൊന്നും വേണ്ട. അവർക്ക് അവരുമായിട്ട് കരാറുണ്ടാക്കണം, അവിടെ കച്ചവടം നടത്തുകയും വേണം. ഇത് മാത്രമേ ഉള്ളായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അങ്ങനെ വീരകേരളവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1663 മാർച്ച് മാസം 20 ഒരു കരാറുണ്ടാക്കുന്നു. ഈ കരാറ് പ്രകാരം കൊച്ചി രാജാവ് രാജ്യത്തെ മുഴുവൻ കറുവാപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കണം. കൊച്ചി രാജാവായിട്ടുള്ള വീരകേരളവർമ്മ തന്റെ കയ്യിലുള്ള മുഴുവൻ കറുവാപ്പട്ടയും കുരുമുളകും ഡച്ചുകാർക്ക് എത്തിച്ചു കൊടുക്കണം. കൊച്ചി നഗരത്തിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും സംരക്ഷണം ഡച്ചുകാർ ഏറ്റെടുക്കും. കൊച്ചി നഗരത്തിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും സംരക്ഷണം ഡച്ചുകാർ ഏറ്റെടുക്കും. ജസ്യൂട്ടുകൾ അല്ലാത്തവരുമായ എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരെയും രാജാവ് കൊച്ചിയിൽ നിന്നും പുറത്താക്കണമെന്നും ഈ ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടാ. ജസ്യൂട്ടുകൾ അല്ലാത്തവരുമായിട്ടുള്ള കത്തോലിക്ക പുരോഹിതന്മാരെ രാജാവ് കൊച്ചിയിൽ നിന്ന് പുറത്താക്കണമെന്നും ഈ ഉടമ്പടി പ്രകാരം പറഞ്ഞിരിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് വെട്ടം യുദ്ധം. ഇപ്പൊ 3 പ്രധാനപ്പെട്ട യുദ്ധം നമ്മൾ പഠിച്ചേ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട്. എല്ലാം സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചുകൊള്ളുക. അടുത്തതാണ് വെട്ടം യുദ്ധം. ഡച്ചുകാരുടെ സഹായത്തോടെ കൊച്ചി രാജ്യം തിരിച്ചുപിടിച്ച വീരകേരളവർമ്മയ്ക്ക് സാമൂതിരിയുമായുള്ള ബന്ധം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരുന്നു. ഡച്ചുകാരുടെ സഹായത്തോടെ കൊച്ചി രാജ്യം തിരിച്ചുപിടിച്ച വീരകേരളവർമ്മയ്ക്ക് സാമൂതിരി, അതായത് കോഴിക്കോട് സാമൂതിരിയുമായിട്ടുള്ള ബന്ധം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരുന്നു. അതിന്റെ കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം. മാപ്രണം, ആറാട്ടുപുഴ,
ഊരകം എന്നീ പ്രദേശങ്ങൾ സാമൂതിരി വീരകേരളവർമ്മയ്ക്ക് വിട്ടുകൊടുക്കാത്തതാണ് ഇതിന്റെ കാരണം. പഠിച്ചോളണേ. അപ്പോൾ ഡച്ചുകാരുടെ സഹായത്തോടെ കൊച്ചി രാജ്യം തിരിച്ചുപിടിച്ച വീരകേരളവർമ്മയ്ക്ക് സാമൂതിരിയുമായിട്ടുള്ള ബന്ധം പക്ഷേ നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരുന്നു. മാപ്രാണം, ആറാട്ടുപുഴ, ഊരകം എന്നീ പ്രദേശങ്ങള് സാമൂതിരി വീരകേരളവർമ്മയ്ക്ക് വിട്ടുകൊടുക്കാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. 1689 വർഷം പഠിച്ചോളനെ. 1689 വീരകേരളവർമ്മ കൊച്ചി രാജകുടുംബത്തിലേക്ക് ചാഴൂർ ശാഖയിൽ നിന്നും ഏതാനും അംഗങ്ങളെ ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. ഈ ചാഴൂർ ശാഖ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വേണാട് രാജവംശത്തിന്റെ ഭാഗമല്ലേ സുഹൃത്തുക്കളെ, ആറ്റിങ്ങൽ രാജവംശമൊക്കെ. അതുപോലെ ഈ കൊച്ചി രാജകുടുംബത്തിന്റെ അല്ലെങ്കിൽ രാജവംശത്തിന്റെ ഒരു ഭാഗമാണ് ചാഴൂർ ശാഖ എന്ന് പറയുന്നത്. ഈ ചാഴൂർ ശാഖയിൽ നിന്നും ഏതാനും അംഗങ്ങളെ വീരകേരളവർമ്മ കൊച്ചി രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കുവാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. വർഷം 1689. പാലിയത്തച്ഛനും ഡച്ചുകാരും ഈ തീരുമാനത്തെ അനുകൂലിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാല് വീരകേരളവർമ്മയും ഡച്ചുകാരും തമ്മില് കരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീരകേരളവർമ്മ എന്ത് ചെയ്യണമെങ്കിലും ഡച്ചുകാരുമായിട്ട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ പാലിയത്തച്ഛനും ഡച്ചുകാരും ഈ തീരുമാനത്തെ എന്ത് ചെയ്തു? അനുകൂലിച്ചു. അവരെന്ത് ചെയ്തു? സമ്മതിച്ചു. കൊച്ചി രാജവംശത്തിലെ സാമാന്ത രാജവംശമായ വെട്ടത്ത് നാട്ടിലെ ഭരണാധിപന്മാർക്ക് വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്നായിരുന്നു അഭിപ്രായം. കൊച്ചി രാജവംശത്തിലെ സാമാന്ത രാജവംശമായ ചാഴൂർ ശാഖ പോലെ തന്നെ ഈ കൊച്ചി രാജവംശത്തിന്റെ സാമാന്ത രാജവംശമായിരുന്ന വെട്ടത്ത് നാട്ടിലെ ഭരണാധിപന്മാർക്ക് ഇതെന്ത് ചെയ്തു? നാണക്കേടായി. അവർ പറഞ്ഞു വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്ന് പറഞ്ഞു. എന്താണ്? ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ എവിടെ നിന്ന് ദത്തെടുക്കണമെന്ന് പറഞ്ഞു? ഈ പറഞ്ഞിരിക്കുന്ന വെട്ടത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കണമെന്ന് ആരോട് പറഞ്ഞു? വീരകേരളവർമ്മയോട് പറഞ്ഞു. ഇതിനെ ചൊല്ലിയുള്ള കലഹം പിന്നീട് ആഭ്യന്തര കലാപത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1691 വെട്ടത്ത് രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം ഒത്തുചേരുകയും വീരകേരളവർമ്മയ്ക്കെതിരെ പട നയിക്കുകയും ചെയ്തു. 1691 വെട്ടത്ത് രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാവരും ചേർന്നുകൊണ്ട് വീരകേരളവർമ്മയ്ക്കെതിരെ പട നയിക്കുകയും ചെയ്തു. ഡച്ച് സൈന്യവും ഭരണി തിരുനാൾ മാനവിക്രമനും സാമൂതിരിയുടെയും മങ്ങാട്ടച്ചന്റെയും പിന്തുണയോടുകൂടി വെട്ടത്ത് നാട്ടിലെ പടയെ അടിച്ചമർത്തി. ആരാണ്? നമ്മുടെ വീരകേരളവർമ്മ. അപ്പോ വെട്ടത്ത് രാജവംശത്തിലെ രാജാക്കന്മാരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നപ്പോൾ അതൊരു വലിയ ശക്തിയായിട്ട് മാറി. ഈ ശക്തിയെ തകർക്കണമെങ്കിൽ മറ്റു രാജവംശവുമായിട്ട് കൈകോർക്കണമെന്ന് വീരകേരളവർമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചവരാണ് ഭരണി തിരുനാൾ മാനവിക്രമൻ, അതുപോലെ സാമൂതിരിയും അതുപോലെ മങ്ങാട്ടച്ചനും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പിന്തുണ നൽകി. ആർക്കാണ്? നമ്മുടെ വീരകേരളവർമ്മയ്ക്ക്. അങ്ങനെ വീരകേരളവർമ്മ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു യുദ്ധം ജയിക്കുകയും ചെയ്തു. 1691 നടന്ന ഈ യുദ്ധത്തെ വെട്ടത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1691 നടന്ന ഈ യുദ്ധത്തെ വെട്ടത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ വെട്ടത്ത് യുദ്ധം നടന്ന വർഷം 1691 പഠിക്കുക. അടുത്തതാണ് ഡച്ചുകാരുടെ പതനം. ഡച്ചുകാരുടെ പതനമാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് PSC ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഡച്ചുകാരുടെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ സൈനിക ശക്തി പ്രബല രാജ്യമായി ഉയർന്നു വന്നു. മാർത്താണ്ഡവർമ്മയുടെ കീഴില് തിരുവിതാംകൂർ സൈനിക ശക്തി പ്രബല രാജ്യമായി വളർന്നു വന്നത്. കൊച്ചി രാജാവിന്റെയും ചെറുകിട രാജാക്കന്മാരുടെയും മുൻനിർത്തിയുള്ള ഡച്ചുകാരുടെ നയത്തിന് വിജയം നേടാനായില്ല. കൊച്ചി രാജാവിനെയും ചെറുകിട രാജാക്കന്മാരുടെയും മുൻനിർത്തിയുള്ള ഡച്ചുകാരുടെ നയത്തിന് വിജയം നേടാനായില്ല. മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങൾ പിടിച്ചെടുത്തത് ഡച്ചുകാർക്ക് തിരിച്ചടിയായി. അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു രാജ്യങ്ങളുമായിട്ടായിരുന്നല്ലോ ഡച്ചുകാര് പ്രധാനമായിട്ടും വ്യാപാര ബന്ധം നടത്തിയിരുന്നത്. ഈ പ്രദേശങ്ങളെല്ലാം നമ്മുടെ മാർത്താണ്ഡവർമ്മ ചെന്നങ്ങ് പിടിച്ചെടുത്തു. അതോടുകൂടി ഡച്ചുകാർക്ക് വ്യാപാര ബന്ധം നടത്താനായിട്ട് ചെറു നാട്ടുരാജ്യങ്ങൾ ഇല്ലാതെയായി. ഇത് അവർക്ക് എന്ത് ചെയ്തു? തിരിച്ചടിയായി. ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, മറ്റു യൂറോപ്യൻ ശക്തികൾക്കുണ്ടായ പെട്ടെന്നുള്ള ഉയർച്ചയും ഡച്ചു പദ്ധതികളെ തകർത്തു. ഫ്രഞ്ചുകാർക്കും ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കും മറ്റു യൂറോപ്യൻ ശക്തികൾക്കും ഉണ്ടായ പെട്ടെന്നുള്ള ഉയർച്ച ഡച്ച് പദ്ധതികളെ തകർത്തു. നെപ്പോളിയനുമായുള്ള യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്ക് പിന്തുണ നൽകിയ ഡച്ചുകാർക്ക് പതിയെ കൊച്ചിക്ക് മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു. കാരണം
കാരണം എന്തെന്ന് ചോദിച്ചാൽ നെപ്പോളിയൻ അവിടെ കിടന്ന് ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഡച്ച് സൈന്യത്തെ ഡച്ചുകാർ എന്ത് ചെയ്തു? ഫ്രഞ്ചുകാർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. അതോടുകൂടി കൊച്ചിയിലെ മേലുള്ള ഡച്ചുകാരുടെ അധികാരം നഷ്ടപ്പെട്ടു. ഡച്ചുകാരുടെ കാലത്ത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് സൈനിക ശക്തി വർദ്ധിച്ചതും ഡച്ചുകാർക്ക് തിരിച്ചടിയായി. പോർച്ചുഗീസുകാർ അത് സമ്മതിക്കൂലായിരുന്നു കേട്ടോ. പോർച്ചുഗീസുകാർ ഒരിക്കലും നാട്ടുരാജ്യത്തെ രാജാക്കന്മാരുടെ സൈനിക ശക്തി വളർത്താനല്ല ശ്രമിച്ചത്, അവർ അതിനെ തളർത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ഡച്ചുകാർക്ക് സൈനിക ശക്തി എത്ര വളർത്തിയാലും പ്രശ്നമില്ലായിരുന്നു. അത് അവസാനം ഡച്ചുകാർക്ക് തിരിച്ചടിയായി. അതായത് ഡച്ചുകാരുടെ കാലത്ത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാര് സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ഇത് ഡച്ചുകാർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. വിദഗ്ധരായ യൂറോപ്യന്മാർ തന്നെ തദ്ദേശീയരായ നാട്ടുരാജ്യങ്ങളിലെ സൈനികർക്ക് പരിശീലനം നൽകിയത് യുദ്ധങ്ങളിൽ ഡച്ചുകാർക്ക് തിരിച്ചടിയായി. വിദഗ്ധരായ യൂറോപ്യന്മാർ തന്നെ തദ്ദേശീയരായ നാട്ടുരാജ്യങ്ങളിലെ സൈനികർക്ക് പരിശീലനം നൽകിയത് യുദ്ധങ്ങളിൽ ഡച്ചുകാർക്ക് തിരിച്ചടിയായി. കേരള തീരങ്ങൾ ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും മേൽക്കോയ്മ ലഭിച്ചതും ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി. കേരള തീരങ്ങളിലെ ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും മേൽക്കോയ്മ ലഭിച്ചതും ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഡച്ചുകാരുടെ പതനത്തിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂർ സൈനിക ശക്തി പ്രബല രാജ്യമായി ഉയർന്നു വന്നത് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി. കൊച്ചി രാജാവിന്റെയും ചെറുകിട രാജാക്കന്മാരെയും മുൻനിർത്തിയുള്ള ഡച്ചുകാരുടെ നയത്തിന് വിജയം നേടാനായില്ല. മാർത്താണ്ഡവർമ്മ അയൽ രാജ്യങ്ങൾ പിടിച്ചെടുത്തത് ഡച്ചുകാർക്ക് തിരിച്ചടിയായി. ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും മറ്റു യൂറോപ്യൻ ശക്തികൾക്കും ഉണ്ടായ പെട്ടെന്നുള്ള ഉയർച്ച ഡച്ചു പദ്ധതികളെ തകർത്തു. നെപ്പോളിയനുമായുള്ള യുദ്ധത്തിൽ ഫ്രഞ്ചുകാർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഡച്ചുകാർ പോയതോടുകൂടി കൊച്ചിയിൽ മേലുള്ള അധികാരം ഡച്ചുകാർക്ക് നഷ്ടപ്പെട്ടു. ഡച്ചുകാരുടെ കാലത്ത് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് സൈനിക ശക്തി വർദ്ധിച്ചതും ഡച്ചുകാർക്ക് തിരിച്ചടിയായി. വിദഗ്ധരായ യൂറോപ്യന്മാർ തന്നെ തദ്ദേശീയരായ നാട്ടുരാജ്യങ്ങളിലെ സൈനികർക്ക് പരിശീലനം നൽകിയത് യുദ്ധങ്ങളിൽ ഡച്ചുകാർക്ക് തിരിച്ചടിയായി. കേരള തീരങ്ങൾ ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും മേൽക്കോയ്മ ലഭിച്ചതും ഡച്ചുകാരുടെ പതനത്തിന് കാരണമായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡച്ചുകാർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ്. കേരളത്തിലെ ഡച്ചുകാർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഡച്ചുകാർ അവരുടെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം നല്ല രീതിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. സത്യമാണ് കേട്ടോ. അതായത് ഈ ഡച്ചുകാർക്ക് നാട്ടുകാരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. സാധാരണ ജനങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ലെന്ന് മാത്രമല്ല, ഡച്ചുകാർക്ക് ജനങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലത്ത് ആകെ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത് കുറച്ച് നാട്ടുരാജ്യത്തെ രാജാക്കന്മാരുമായിട്ട് മാത്രമായിരുന്നു, പിന്നെ പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുമായിട്ടും. അപ്പോ ഡച്ചുകാർ അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നല്ല രീതിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അഴിമതിയില്ലാത്തതും കഠിനമായ ശിക്ഷകളില്ലാത്തതുമായ ഭരണരീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഡച്ചുകാർക്ക് അഴിമതിയില്ലാത്തതും കഠിനമായ ശിക്ഷകളില്ലാത്തതുമായുള്ള ഭരണരീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഡച്ച് ഉദ്യോഗസ്ഥർ സാമർഥ്യമുള്ളവരും സ്വഭാവശുദ്ധിയുള്ളവരുമായിരുന്നു. ഡച്ച് ഉദ്യോഗസ്ഥര് സാമർഥ്യരും അല്ലെങ്കിൽ സമർത്ഥരും അതുപോലെ തന്നെ സ്വഭാവശുദ്ധിയുള്ളവരും ആയിരുന്നു. വിവിധ താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടി 17 ഡയറക്ടർമാരുടെ സമിതി ഉണ്ടായിരുന്നു. വിവിധ താല്പര്യങ്ങളെ പ്രതിദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 17 ഡയറക്ടർമാരുടെ സമിതി ഉണ്ടായിരുന്നു. കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. അതായത് ഡച്ചുകാര് കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ചീഫ് കമാൻഡറിനെയും അതുപോലെ തന്നെ ഈ 17 പേരടങ്ങുന്ന ഡയറക്ടർ സമിതിയുടെ ഒരു കൗൺസിലും രൂപീകരിച്ചിരുന്നു. ഇവരാണ് കേരളത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരുന്നു. അപ്പോ ഈ ചീഫ് കമാൻഡറിന്റെ മുകളില് ഈ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണ പ്രവർത്തനങ്ങള് രാഷ്ട്രീയം, സൈനികം, പൗരോഹിത്യകാര്യം എന്നിങ്ങനെ 3ആയിട്ട് വിഭജിച്ചിരുന്നു. മറക്കല്ലേ, കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണ പ്രവർത്തനങ്ങള് രാഷ്ട്രീയപരമായിട്ടുള്ളതും സൈനികപരമായിട്ടുള്ളതും പൗരോഹിത്യ കാര്യങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് കൃത്യമായിട്ട് വിഭജിച്ചാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡച്ചുകാർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഏതു രീതിയിലാണ് ഡച്ചുകാർ കേരളം ഭരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡച്ചുകാർ അവരുടെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം നല്ല രീതിയിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അഴിമതിയില്ലാത്തതും കഠിനമായ ശിക്ഷകളില്ലാത്തതുമായ
ഭരണരീതിയായിരുന്നു ഡച്ചുകാർക്ക് ഉണ്ടായിരുന്നത്. ഡച്ച് ഉദ്യോഗസ്ഥർ സമർത്ഥരും സ്വഭാവശുദ്ധിയുള്ളവരുമായിരുന്നു. വിവിധ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടി 17 ഡയറക്ടർമാരുടെ സമിതി ഉണ്ടായിരുന്നു. കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തിന്റെ ഭരണം നടത്തിയിരുന്നത്. കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പൊസിഷൻ. കേരളത്തിലെ ഡച്ചുകാരുടെ ഭരണപ്രവർത്തനങ്ങള് രാഷ്ട്രീയമെന്നും സൈനികമെന്നും പൗരോഹിത്യകാര്യം എന്നിങ്ങനെ കൃത്യമായി 3ആയിട്ട് വിഭജിച്ചിരുന്നു. കമാൻഡറും കൗൺസിലും പലതട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് രാഷ്ട്രീയ കാര്യങ്ങളുടെ ഭരണം നടത്തിയിരുന്നത്. കമാൻഡറും കൗൺസിലും പലതട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് രാഷ്ട്രീയ കാര്യങ്ങളുടെ ഭരണം നടത്തിയിരുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൃത്യമായിരുന്നു. പോർച്ചുഗീസുകാർ ചെയ്യാത്ത കാര്യമായിരുന്നു കേട്ടോ. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൃത്യമായിരുന്നു. ഡച്ചുകാരുടെ സാമ്പത്തിക നില ഭദ്രമായിരുന്നു. വിശ്വാസമായ കണക്കുകൾ സൂക്ഷിക്കുകയും ചെലവിനങ്ങൾ പരമാവധി ചുരുക്കിയിരുന്നു ആര്? ഡച്ചുകാര്. അപ്പൊ ഡച്ചുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? വിശ്വസനീയമായ കണക്കുകൾ അവർ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ചെലവിനങ്ങളിൽ പരമാവധി ചുരുക്കുകയും ചെയ്തിരുന്നു ഡച്ചുകാര്. കമാൻഡർ ചീഫ് അഡ്മിനിസ്ട്രേറ്റർക്കും സ്വകാര്യ വാണിജ്യം നടത്താൻ അവകാശമുണ്ടായിരുന്നു. കമാൻഡർക്കും ചീഫ് അഡ്മിനിസ്ട്രേറ്ററിനും സ്വകാര്യമായി വാണിജ്യങ്ങൾ നടത്താനുള്ള അവകാശമുണ്ടായിരുന്നു. പട്ടാളക്കാർക്കും പട്ടാള ഇതര ഉദ്യോഗസ്ഥർക്കും ക്ഷേമ പ്രവർത്തനത്തിൽ ഡച്ചുകാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. പട്ടാളക്കാർക്കും പട്ടാള ഇതര ഉദ്യോഗസ്ഥർക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഡച്ചുകാര് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. അതായത് ഒരു ഡച്ച് സൈന്യത്തിൽ ഏകദേശം 2000 പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അവരുടെ എല്ലാ കാര്യവും നോക്കാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞിരുന്നു. കൃത്യമായി പ്രവർത്തിക്കുന്ന ചികിത്സാ വിഭാഗവും ആയുധങ്ങളുടെയും കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്കുമായി വിദഗ്ധമായി നിർവഹിക്കുന്ന ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചികിത്സാ വിഭാഗവും ആയുധങ്ങളുടെയും കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾ വിദഗ്ധമായി നിർവഹിക്കുന്ന ജോലിക്കാരും ഉണ്ടായിരുന്നു. ആർക്ക്? ഡച്ചുകാർക്ക്. തീരപ്രദേശങ്ങളിൽ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഡച്ചുകാര് തീരപ്രദേശങ്ങളിലെ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ചികിത്സാലയം ആരംഭിച്ചത് ഡച്ചുകാരാണ്. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ചികിത്സാലയം ആരംഭിച്ചത് ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കമാൻഡറും കൗൺസിലും പലതട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചേർന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളുടെ ഭരണം നടത്തിയിരുന്നത്. ഡച്ചുകാരില് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൃത്യമായി ഡച്ചുകാർ നൽകിയിരുന്നു. ഡച്ചുകാരുടെ സാമ്പത്തിക നില ഭദ്രമായിരുന്നു. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാല് വിശ്വസ്തമായ കണക്കുകൾ ഡച്ചുകാർ സൂക്ഷിക്കുകയും ചെലവിനങ്ങൾ പരമാവധി ചുരുക്കുകയും ചെയ്തിരുന്നു. കമാൻഡർക്കും ചീഫ് അഡ്മിനിസ്ട്രേറ്റർക്കും സ്വകാര്യ വാണിജ്യം നടത്താൻ അവകാശമുണ്ടായിരുന്നു. പട്ടാളക്കാർക്കും പട്ടാള ഇതര ഉദ്യോഗസ്ഥർക്കും ക്ഷേമ പ്രവർത്തനത്തിൽ ഡച്ചുകാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. കൃത്യമായി പ്രവർത്തിക്കുന്ന ചികിത്സാ വിഭാഗവും ആയുധങ്ങളുടെയും കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വിദഗ്ധമായി നിർവഹിക്കുന്ന ജോലിക്കാരും ഉണ്ടായിരുന്നു. ആർക്ക്? ഡച്ചുകാർക്ക്. തീരപ്രദേശങ്ങളിൽ കുഷ്ഠരോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഡച്ചുകാർ ഏർപ്പെടുത്തി. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ചികിത്സാലയം ആരംഭിച്ചത് ഡച്ചുകാരാണ്. പഠിക്കുക. കൂട്ടക്കൊലകൾ, മനുഷ്യത്വഹീനമായ ക്രൂര പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഡച്ചുകാർക്ക് മതിപ്പുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കളെ പറഞ്ഞത്, പഠിച്ചോളുക. കൂട്ടക്കൊല, മനുഷ്യത്വഹീനമായ ക്രൂര പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഡച്ചുകാർക്ക് മതിപ്പുണ്ടായിരുന്നു. പരമാവധി ലാഭം കിട്ടുന്ന വാണിജ്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിലായിരുന്നു ഡച്ചുകാർ പരമപ്രാധാന്യം നൽകിയിരുന്നത്. പരമാവധി ലാഭം കിട്ടുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാനായിരുന്നു ഡച്ചുകാർ പരമാവധി പ്രാധാന്യം നൽകിയിരുന്നത്. വാണിജ്യ കാര്യങ്ങളിലും കയറ്റുമതിക്കും ഇറക്കുമതിക്കും വെവ്വേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. വാണിജ്യ കാര്യങ്ങളിലെ കയറ്റുമതിക്കും അതുപോലെ തന്നെ ഇറക്കുമതിക്കും വെവ്വേറെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വെവ്വേറെ രീതിയിലാണ് അവര് രണ്ടിനെയും കൂടെ കൂട്ടിക്കുഴയ്ക്കാതെ രണ്ടും രണ്ട് രീതിയിലാണ് ഡച്ചുകാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പഞ്ചസാര, ചെമ്പ്, തകരം, കർപ്പൂരം, പട്ട് മുതലായവ ഇറക്കുമതി ചെയ്യുകയും കുരുമുളക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു ഡച്ചുകാര് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തതെന്ന് ചോദിച്ചാൽ അത് കുരുമുളകായിരുന്നു കേട്ടോ. പഞ്ചസാര, ചെമ്പ്, തകരം, കർപ്പൂരം, പട്ട് മുതലായവ ഇറക്കുമതി ചെയ്തു ഡച്ചുകാര്. അതിനോടൊപ്പം ഇവിടെ നിന്നും വൻതോതിൽ കുരുമുളക് കയറ്റുമതി ചെയ്യുകയും ചെയ്തു അവർ. പരുത്തിച്ചരക്കുകളും അതിനോടൊപ്പം തന്നെ ഇരണിയിലും അതുപോലെ തന്നെ
കോട്ടാറ്റത്തും നെയ്ത വിശേഷപ്പെട്ട തുണിത്തരങ്ങൾ ധാരാളമായി ഡച്ചുകാർ കയറ്റി അയച്ചിരുന്നു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പരുത്തി ചരക്കുകളും അതിനോടൊപ്പം തന്നെ ഇരണിയേലിലും അതുപോലെ കോട്ടാറ്റത്തും നെയ്ത വിശേഷപ്പെട്ട തുണിത്തരങ്ങളും ധാരാളം കയറ്റി അയച്ചിരുന്നു. ആരാണ്? ഡച്ചുകാര്. പുകയില, ചാരായം, അടിമക്കച്ചവടം എന്നിവയിൽ നിന്നും നല്ലൊരു വരുമാനം നേടിയെടുക്കാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞു. അതായത് ആഫ്രിക്കയിൽ നിന്നൊക്കെ അടിമകളെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിൽക്കുമായിരുന്നു കേട്ടോ. അപ്പൊ പുകയില, ചാരായം, അടിമക്കച്ചവടം എന്നിവയിൽ നിന്നും നല്ലൊരു വരുമാനം നേടിയെടുക്കാനായിട്ട് ഡച്ചുകാർക്ക് കഴിഞ്ഞു. പഠിക്കുക. അടുത്തതാണ് ഡച്ചുകാർ കേരളത്തിന് നൽകിയ സംഭാവനകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള വാണിജ്യ മേഖലയിലെ പുനർജീവനത്തിന് ശക്തമായി പങ്കുവഹിച്ചത് ഡച്ചുകാരാണ്. പഠിച്ചോളനെ. അതായത് പോർച്ചുഗീസുകാരന്മാർ ഇവിടെ വന്ന് നമ്മളെ മുച്ചോട് മുടിച്ചിട്ട് അങ്ങ് പോയി. അതിൽ നിന്നും കേരളത്തിന്റെ വാണിജ്യ മേഖലയെ പുനർജീവനത്തിൽ അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുന്നതിന് ശക്തമായ പങ്കുവഹിച്ചത് ഡച്ചുകാരായിരുന്നു. കാരണം എന്താണ്? അവർക്ക് കച്ചവടം മാത്രമേ മുന്നിലുള്ളായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കേരളത്തിൽ ഡച്ചുകാർ കൊണ്ടുവന്നതെന്നാണ് കേട്ടോ. കേരള കാർഷിക മേഖലയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ തരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയപരമായ കൃഷിരീതികളും ഡച്ചുകാർ ഇവിടെ നടപ്പിലാക്കി. കേരള കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ തരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയപരമായ കൃഷിരീതികളും ഡച്ചുകാർ ഇവിടെ നടപ്പിലാക്കി. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തെങ്ങുകൾ വിപുലമായി നട്ടുപിടിപ്പിച്ചത് ഡച്ചുകാരാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളില് തെങ്ങുകൾ വിപുലമായി നട്ടുപിടിപ്പിച്ചത് ഡച്ചുകാരാണ്. തെങ്ങ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി നല്ല തരം തൈകളും ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായങ്ങളും അവർ പ്രചരിപ്പിച്ചു. തെങ്ങ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി ഡച്ചുകാര് നല്ല തരം തൈകളും ശാസ്ത്രീയ കൃഷി സമ്പ്രദായവും പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു. വൈപ്പിലും വെണ്ടുരുത്തിയിലും തെങ്ങു കൃഷിയിൽ പരീക്ഷണം നടത്തിയ ഡച്ചുകാര്. വൈപ്പിലും വെണ്ടുരുത്തിയിലും തെങ്ങു കൃഷിയിലെ പരീക്ഷണം നടത്തിയ ഡച്ചുകാര്. പരീക്ഷണം വിജയം കണ്ടതോടെ കേരളത്തിലെ കർഷകർ ഡച്ചു മാതൃകയിലുള്ള തെങ്ങ് കൃഷി ആരംഭിക്കുകയും കേരളത്തിൽ തെങ്ങ് കൃഷി വിപുലമാകുകയും ചെയ്തു. പരീക്ഷണം വിജയം കണ്ടതോടെ കേരളത്തിലെ കർഷകർ ഡച്ചു മാതൃകയിലുള്ള തെങ്ങ് കൃഷി ആരംഭിക്കുകയും കേരളത്തിൽ തെങ്ങ് കൃഷി വിപുലമാക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ കാർഷിക മേഖലയിലെ ഡച്ചുകാർ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കേരള കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ തരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയപരമായ കൃഷിരീതിയും ഡച്ചുകാർ ഇവിടെ നടപ്പിലാക്കി. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അവർ തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ചു. തെങ്ങ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ട് നല്ലതരം തൈകളും ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായങ്ങളും അവർ പ്രചരിപ്പിച്ചു. വൈപ്പിലും വെണ്ടുരുത്തിയിലും തെങ്ങു കൃഷിയിൽ പരീക്ഷണം നടത്തുകയും ഈ പരീക്ഷണം വൻ വിജയമായതോടുകൂടി കേരളത്തിലെ കർഷകർ ഡച്ചു മാതൃകയിൽ തെങ്ങ് കൃഷി ആരംഭിക്കുകയും കേരളത്തിൽ തെങ്ങു കൃഷി വിപുലമാകുകയും ചെയ്തു. നെൽകൃഷി, അമരകൃഷിക്കും പ്രോത്സാഹനം നൽകിയ ഡച്ചുകാര്. നെൽകൃഷിക്കും അമരകൃഷിക്കും എന്ത് ചെയ്തു? പ്രോത്സാഹനം നൽകിയ ഡച്ചുകാര്. സൂറത്തിൽ നിന്നും മേൽത്തരം അമരത്തൈകൾ കൊണ്ടുവന്ന് എറണാകുളം, ആലങ്ങാട്, വെണ്ടുരുത്തി, വാരാപ്പുഴ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്തു. ആരാണ്? ഡച്ചുകാര്. മറക്കല്ലേ, സൂറത്തിൽ നിന്നും മേൽത്തരം അമരത്തൈകൾ കൊണ്ടുവരികയും എറണാകുളത്തും ആലങ്ങാട്, വെണ്ടുരുത്തി, വാരാപ്പുഴ എന്നീ പ്രദേശങ്ങളിൽ അവ കൃഷി ചെയ്യുകയും ചെയ്തു ഡച്ചുകാര്. അമരകൃഷി നടത്തുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഡച്ചുകാർ പരിശീലനം നൽകി. അമരകൃഷി നടത്തുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകിയ ഡച്ചുകാര്. ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾ ഡച്ചുകാർ നടപ്പിലാക്കി. ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ തുടങ്ങിയ പുതിയ വ്യവസായങ്ങൾക്ക് ഡച്ചുകാർ നടപ്പിലാക്കി. കേരളം സാമ്പത്തികമായി ഉയർന്നതോടുകൂടി കൊച്ചി, കൊല്ലം, അഞ്ചുതെങ്ങ്, കൊളച്ചൽ, തേങ്ങാപ്പട്ടണം ഇപ്പോഴത്തെ തമിഴ്നാടാണ് കേട്ടോ, തേങ്ങാപ്പട്ടണം മുതലായ തുറമുഖങ്ങൾ സജീവമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അപ്പോ പോർച്ചുഗീസുകാര് കൊള്ളയടിച്ച് നശിപ്പിച്ചിട്ടിരുന്ന നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക മേഖല ഇതോടുകൂടി ഉയരുകയും അങ്ങനെ കൊച്ചി, കൊല്ലം, അഞ്ചുതെങ്ങ്, കുളച്ചൽ, തേങ്ങാപ്പട്ടണം മുതലായ തുറമുഖങ്ങൾ സജീവമായി പ്രവർത്തിക്കുവാനും തുടങ്ങി. പഠിക്കുക. അടുത്തത് വിദ്യാഭ്യാസവും സാംസ്കാരിക മേഖലയിലും ഡച്ചുകാർ തന്ന സംഭാവനയാണ് പഠിക്കാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയും ഡച്ചുകാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇങ്ങനെ തന്നെ പഠിച്ചോളനെ. PSC ഉറപ്പായിട്ടും ചോദിക്കുന്ന പോയിന്റ് ആണ്. പഠിക്കുക. വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഡച്ചുകാർ ഒരിക്കലും കൈകടത്തിയിട്ടില്ല കേരളത്തില്. അവർ സെമിനാരികളോ വിദ്യാലയങ്ങളോ പണിതിട്ടില്ല. താഴെ പറയുന്നത് ശരി ഏത് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് PSC ചോദിക്കും.
ഒരിക്കലും വിദ്യാഭ്യാസ മേഖലയിലോ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലോ ഡച്ചുകാർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സെമിനാരികളോ വിദ്യാലയങ്ങളോ കേരളത്തിൽ പണിതതുമില്ല. പഠിക്കുക. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSC ഏറ്റവും കൂടുതൽ ഡച്ചുകാരിൽ നിന്ന് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഹോർത്തൂർ മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭാഷ ലാറ്റിൻ ഭാഷയിലാണ്. മലയാള ലിപി അച്ചടിച്ചിറക്കിയ ആദ്യത്തെ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമായി കണക്കാക്കുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ അഡ്മിറൽ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയി. മലയാള ലിപി നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിൽ അച്ചടിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിറൽ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയി ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമിൽ നിന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷ. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ അഡ്മിറൽ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയി ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാള പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. പഠിക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലബാറിലെ സസ്യങ്ങളെ പറ്റിയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യങ്ങളെ പറ്റിയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം തെങ്ങാണ്. പഠിച്ചോളണേ. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ആലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ആലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 മുതൽ 1703 വരെയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 മുതൽ 1703 വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ്. പഠിച്ചോളണേ. ഇമ്പോർട്ടന്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പ് കടക്കരപ്പള്ളി. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പ് കടക്കരപ്പള്ളിയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലബാറിലെ സസ്യങ്ങളെ പറ്റിയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം തെങ്ങും. ഹോർത്തൂസ് മലബാറിക്കസ് അവസാനം പ്രതിപാദിച്ചിരിക്കുന്ന സസ്യം ആലുമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരുന്ന കാലഘട്ടം ചോദിച്ചാൽ 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടത്തിനിടയിലായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിലെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലാട്ടുപറമ്പ് കടകരപ്പള്ളി. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ KS മണിലാൽ ആണ്.
KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളെ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020 ആണ്, പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഡച്ചുകാരുടെ വരവുമായി നമ്മൾ പഠിക്കാനുള്ളത്. ഇതിൽ ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.